അപ്പോൾ ഏവർക്കും മറ്റൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ +1 ഫിസിക്സുമായി ബന്ധപ്പെട്ട് രണ്ടാമത്തെ ചാപ്റ്ററാണ് പഠിച്ചുകൊണ്ടിരുന്നത്. കഴിഞ്ഞ ക്ലാസ് വരെ നമ്മൾ ഡയമെൻഷന്റെ ഉപയോഗങ്ങളാണ് പറഞ്ഞു നിർത്തിയത്. 4 ഉപയോഗങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു. ആദ്യം നമ്മൾ ഇക്വേഷൻ കറക്റ്റ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കും. 2 ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യും, ഡിറൈവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കും. അതുമായി ബന്ധപ്പെട്ട് നമ്മൾ സിമ്പിൾ പെൻഡുലത്തിന്റെ ടൈം പീരീഡിന്റെ സമവാക്യം രൂപീകരിച്ചു, ക്രിട്ടിക്കൽ വെലോസിറ്റിയുടെ സമവാക്യം രൂപീകരിച്ചു അല്ലെ. ഇപ്പൊ രണ്ടും ഒന്ന് ചെയ്ത് പഠിക്കുക. മനസ്സിലാകുന്നതിന് വേണ്ടി ഒരു ചോദ്യം കൂടെ നോക്കാം. ഡയമെൻഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യാനുള്ളത്, സമവാക്യം രൂപീകരിക്കാനുള്ളത്. നോക്കിയേ, ചോദ്യം ബോർഡിലുണ്ട്. യൂസിംഗ് ദ ഡയമെൻഷണൽ മെത്തേഡ് ഷോ ദാറ്റ് ദ സ്പീഡ് ഓഫ് സൗണ്ട് ഇൻ എ മെറ്റീരിയൽ മീഡിയം ഓഫ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഇ ആൻഡ് ഡെൻസിറ്റി റോ. ഈ വാക്കുകൾ കേട്ട് പേടിക്കണ്ട. മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഇ എന്ന് പറയുന്ന ടേമിനെയും ഡെൻസിറ്റി റോ എന്ന് പറയുന്ന ടേമിനെയും ഒരു മെറ്റീരിയൽ മീഡിയത്തിന്റെ സ്പീഡ് എന്ത് ചെയ്യും, ഡിപ്പെൻഡ് ചെയ്യുന്നു എങ്കിൽ നിങ്ങൾ സമവാക്യം എന്താ ഇങ്ങനെയാണ് എന്ന് എന്ത് ചെയ്യുക, തെളിയിക്കുക. V പ്രപ്പോർഷണൽ ടു റൂട്ട് E ബൈ റോ എന്ന് തെളിയിക്കുക. വീണ്ടും പറയുന്നു, ഡയമെൻഷന്റെ ഉപയോഗവുമായി ബന്ധപ്പെട്ട് സിമ്പിൾ പെൻഡുലത്തിന്റെ ചോദ്യം മാത്രമാണ് പരീക്ഷയ്ക്ക് എല്ലായ്പ്പോഴും ചോദിക്കാറുള്ളത്. എങ്കിലും ഇത് പഠിക്കുന്നതിന് വേണ്ടി, കൺസെപ്റ്റ് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരം ചോദ്യങ്ങൾ ചെയ്യുന്നത്. ഇതിൽ ഈ പറയുന്ന മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്താണെന്നും കഴിഞ്ഞ ചോദ്യത്തിൽ ചെയ്ത കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി എന്താണെന്നും നിങ്ങൾ എന്ത് ചെയ്യേണ്ട, തൽക്കാലം അത് എന്താണെന്ന് അറിയണ്ട. ആ ടേമുകളെ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റേഴ്സ്, സിമ്പിൾസ് മാത്രം എന്ത് ചെയ്താൽ മതി, പഠിച്ചാൽ മതി. നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത ഒരു ടേമാണ് എങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഡയമെൻഷൻ എവിടെ തരും, ചോദ്യത്തിൽ തരും. ബാക്കി നമുക്ക് എന്ത് ചെയ്യാൻ അറിയാം, ചെയ്യാൻ അറിയാം. ശ്രദ്ധിച്ചേ, ഇതെങ്ങനെയാ ചെയ്യണത്. അപ്പൊ സ്പീഡ് ഡിപ്പെൻഡ് ചെയ്തു എന്നാ പറഞ്ഞത്. സ്പീഡ് ഡിപ്പെൻഡ് ചെയ്തു എന്ന് പറഞ്ഞാൽ സ്പീഡിനെ റെപ്രസെന്റ് ചെയ്യേണ്ടത് V ആണ്. V ഡിപ്പെൻഡ്സ്. ആരെയൊക്കെയാ ഡിപ്പെൻഡ് ചെയ്തത്? ഒന്ന്, മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഇയെ ഡിപ്പെൻഡ് ചെയ്തു എന്ന് പറഞ്ഞാൽ പ്രപ്പോർഷണൽ ടു E. 2, ഡെൻസിറ്റി റോയെ ഡിപ്പെൻഡ് ചെയ്തു. രണ്ട് കാര്യങ്ങളെയാ ഡിപ്പെൻഡ് ചെയ്തു. ഇങ്ങനെ ഡിപ്പെൻഡ് ചെയ്തു എന്ന് എഴുതി കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ടത് എന്താ, പിന്നെ ചെയ്യേണ്ടത് ഇതിന്റെ പ്രപ്പോർഷണാലിറ്റി മാറ്റുക എന്നുള്ളതാണ്. ഈക്വൽ സൈൻ കൊടുക്കുക. കൊടുത്തു, ഒരു കോൺസ്റ്റന്റ് കൊണ്ട് ഗുണിക്കുക, K ഇൻറ്റു E ഇൻറ്റു ആര്, റോ. അടുത്ത സ്റ്റെപ്പിൽ XYZ ടേമുകൾ കൊടുക്കുക. V ഈക്വൽ ടു K കോൺസ്റ്റന്റ് ആണ്, അതിന് കൊടുക്കണ്ട. E റൈസ് ടു X റോ റൈസ് ടു Y. ഡൗട്ടില്ല. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് XY ടേമുകൾ അപ്ലൈ ചെയ്താൽ, Z ഒരു ടേം കൂടെ ഉണ്ടായിരുന്നെങ്കിൽ Z കൊടുക്കുമായിരുന്നു. അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ടത് ലെഫ്റ്റിലെയും റൈറ്റിലെയും ഡയമെൻഷനുകൾ എഴുതുക എന്നുള്ളതാണ്. V മീൻസ് സ്പീഡ് ആണ്. സ്പീഡിന്റെ ഡയമെൻഷൻ കാണാതെ പഠിക്കണം. അത് LT റൈസ് ടു -1 ആണ്. അപ്പൊ LT റൈസ് ടു -1 ഈക്വൽ ടു K കോൺസ്റ്റന്റ് ആണ്, കോൺസ്റ്റന്റുകൾക്ക് ഡയമെൻഷൻ ഇല്ല, ഈക്വൽ ടു E. E മീൻസ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ആണ്. അതിന്റെ ഡയമെൻഷൻ ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. ML റൈസ് ടു -1 T റൈസ് ടു -2. അപ്പൊ എഴുതുക ML റൈസ് ടു -1 T റൈസ് ടു -2. ദ ഹോൾ റൈസ് ടു ആര് വരും, X വരും. ഇൻറ്റു ഡെൻസിറ്റി. ഡെൻസിറ്റി മാസ് ബൈ വോളിയം ആണ്. M ബൈ L ക്യൂബ് വരും. L ക്യൂബ് ന്യൂമറേറ്ററിലേക്ക് പോകുമ്പോൾ L റൈസ് ടു -3 ആവും. എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റിയുടെ ഡയമെൻഷണൽ ഫോർമുല ML റൈസ് ടു -3 ആണ്, ഹോൾ റൈസ് ടു Y. പ്രപ്പോർഷണാലിറ്റി വെച്ചെഴുതി, ഈക്വൽ സൈൻ കൊടുത്തു, XY ടേമുകൾ അപ്ലൈ ചെയ്തു, രണ്ട് സൈഡിലെയും എന്തെഴുതി, ഡയമെൻഷണൽ ഫോർമുലാസ് എഴുതി. ഇങ്ങനെ എഴുതുമ്പോൾ ഏതെങ്കിലും ഒരു ഡയമെൻഷൻ അറിഞ്ഞുകൂടാത്ത ക്വാണ്ടിറ്റി വന്നാൽ, അളവ് വന്നാൽ, ടേം വന്നാൽ അത് ചോദ്യത്തിൽ തന്നിരിക്കും. ഇവിടെ നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്തത് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിയുടെ ഡയമെൻഷൻ ആണ്, ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. ML റൈസ് ടു -1 T റൈസ് ടു -2 ആണ്. ഇനി എന്ത് ചെയ്യുക, ഇതിന് Xനെ അകത്തേക്ക് കൊടുക്കുക, Yയെ അകത്തേക്ക് കൊണ്ടുവരിക. അങ്ങനെ കൊണ്ടുവരുമ്പോൾ ആൻസർ LT റൈസ് ടു -1 സമം ഈക്വൽ X M റൈസ് ടു X ഇൻറ്റു L റൈസ് ടു -X, കാര്യം ഇവിടെ -1 ആണ്, ഇൻറ്റു T റൈസ് ടു -2X, കാര്യം ഇവിടെ -2 ആണ്. ഇല്ലേ, അത് ഇങ്ങനെ ചെയ്തത് A റൈസ് ടു M ദ ഹോൾ റൈസ് ടു N എന്ന് വന്നാൽ അത് A റൈസ് ടു Mn ആണ്, അതാണ് ഫോർമുല. ഇൻറ്റു M റൈസ് ടു Y ഇൻറ്റു L റൈസ് ടു -3Y. ഓക്കെ, ഇനി എന്ത് ചെയ്യുക, MLT എന്ന ഫോമിൽ എഴുതുക.
ഇവിടെ എമ്മിന്റെ ടേംസ് ഇല്ല. അപ്പൊ എന്ത് ചെയ്യുക, MLT എന്ന ഫോമിലാക്കാൻ വേണ്ടി ഇവിടെ M0 L T⁻⁻1 ഈക്വൽ ടു ഇവിടെ MLT എന്ന ഫോമിൽ കൊണ്ടുവരിക. കൊണ്ടുവരുമ്പോ എമ്മിന്റെ ടേം നോക്കിക്കേ, M⁻x ഉണ്ട് M⁻y ഉണ്ട്. ചെയ്യുമ്പോ M⁻ എന്തെന്ന് കിട്ടും, x + y. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു A⁻m × A⁻n A⁻m+n. അതുപോലെ M⁻x × M⁻y M⁻x + y. അതുപോലെ നോക്കിക്കേ L⁻x × L⁻−3y എന്ന് പറഞ്ഞാൽ അത് L⁻−x ആരായിരിക്കും, -3y ആയിരിക്കും. ഓക്കെ, ഇൻറ്റു T⁻⁻2x. MLT എന്ന ഫോമിലാക്കി, റൈറ്റ് സൈഡ് MLT എന്ന ഫോമിലാക്കി. ഫോമുകളാക്കിയാൽ പിന്നെ എന്താ ചെയ്യാനുള്ളത്, പവറുകൾ ഇക്വേറ്റ് ചെയ്യുക. പവറുകൾ ഇക്വേറ്റ് ചെയ്ത് പറഞ്ഞേ, ഇവിടത്തെ പവർ ആരാ, x + y ആണ് ഇവിടത്തെ പവർ. അപ്പൊ x + y ഈക്വൽ ടു ഇവിടത്തെ പവർ ആരാ, ഇവിടത്തെ പവർ 0 ആണ്. അപ്പൊ x + y = 0. ഇവിടെ പറഞ്ഞേ, ഇവിടെ -x -3y = 1 ആണ്. -x -3y = 1. ഇവിടെ നോക്കിക്കേ -2x = -1 ആണ്. -2x = -1 ആണ്. 3 സമവാക്യങ്ങൾ കിട്ടി. അടുത്ത സ്റ്റെപ്പ് എന്താ, സമവാക്യങ്ങൾ സോൾവ് ചെയ്ത് എക്സിനും വൈക്കും ഇസഡിനും, സോറി ഇസഡ് ഇല്ലാത്തത് കൊണ്ട് ഇസഡിന്റെ കണ്ടെത്തണം, ഇസഡ് ഉണ്ടായിരുന്നെങ്കിൽ ഇസഡ് കണ്ടെത്തുക. അപ്പൊ എക്സിനും വൈക്കും എന്ത് ചെയ്യുക, വാല്യൂസ് കണ്ടെത്തുക. ഓൾറെഡി അറിയാം, 3 ഇക്വേഷൻ ഒന്ന് ജസ്റ്റ് ആലോചിച്ച് നോക്കുക. x + y = 0 ആണ്, -x -3y = 1 ആണ്, -2x = -1 ആണ്. മൂന്നാമത്തെ സമവാക്യം നോക്കുമ്പോൾ അറിയാം, മൈനസ് ക്യാൻസൽ ചെയ്തു പോയി, 2x = 1 ആയി, അതിൽ നിന്ന് x = 1/2 ആയി. എക്സിന്റെ വാല്യൂ 1/2 ആണ്, ഡൗട്ട് ഇല്ല. ഈ കിട്ടിയ എക്സിന്റെ വാല്യൂ ഇതിൽ കൊടുത്താൽ 1/2 + y = 0 എന്ന് കിട്ടും, y = -1/2 എന്ന് കിട്ടും. ഓക്കെ, 3 സമവാക്യങ്ങൾ രൂപീകരിക്കുക. അത് രൂപീകരിക്കേണ്ടത് പവറുകൾ ഇക്വേറ്റ് ചെയ്തുകൊണ്ടാണ്. അങ്ങനെ സമവാക്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ടത് സോൾവ് ചെയ്യുക എന്നുള്ളതാണ്. 10ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. 3 ഇക്വേഷൻ കിട്ടി അതെങ്ങനെ സോൾവ് ചെയ്യുമെന്നൊക്കെ അറിയാം. അത് വെച്ചുകൊണ്ട് എക്സിനും വൈക്കും വാല്യൂസ് കണ്ടെത്തുക. വളരെ ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ എക്സിന്റെയും വൈയുടെയും വാല്യൂ ഏത് സമവാക്യത്തിൽ കൊടുക്കുക, ഈ ഇക്വേഷനിൽ കൊടുക്കുക. അങ്ങനെ കൊടുത്തു പറയുമ്പോൾ v = k × e⁻x ആണ്. എക്സിന്റെ വാല്യൂ ഇവിടെ 1/2 ആണ്. അപ്പൊ e⁻1/2 ഇൻറ്റു ρ⁻y ആണ്. അപ്പൊ ρ⁻y എന്ന് പറഞ്ഞാൽ -1/2 ആണ്. ρ⁻−1/2 ഡൗട്ട് ഇല്ല. കൈലാസിൽ പഠിപ്പിച്ച് ഒരു സംഖ്യ റൈസ് ആ പവർ വന്നാൽ 1/, ആ സംഖ്യ എന്ന് എഴുതാം. x⁻−1 നെ 1/x എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ v = k × e⁻1/2 ഡിവൈഡഡ് ബൈ ρ⁻ എന്തെന്ന് എഴുതാം, 1/2 എന്ന് എഴുതാം. നിങ്ങൾക്കറിയാം x⁻1/2 വന്നാൽ അതിനെ √x എന്ന് എഴുതണം. y⁻1/2 എന്ന് വന്നാൽ അതിനെ √y എന്ന് എഴുതണം. a⁻1/2 എന്ന് വന്നാൽ അതിനെ √a എന്ന് എഴുതണം. എങ്കിൽ e⁻1/2 എന്ന് പറഞ്ഞാൽ അതിനെ √e എന്ന് എഴുതണം. ρ⁻1/2 എന്ന് വന്നാൽ അതിനെ √ρ എന്ന് എഴുതണം. അപ്പോൾ v = k × √e/√ρ. രണ്ടിനും റൂട്ട് ഉള്ളത് കൊണ്ട് ഒരുമിച്ച് എഴുതാം. ഒരുമിച്ച് എഴുതിയ v = k × √e/ρ. k കോൺസ്റ്റന്റ് ആണ്. സമചിഹ്നം കഴിഞ്ഞ് കോൺസ്റ്റന്റ് വന്നാൽ ആ കോൺസ്റ്റന്റിനെ ഒഴിവാക്കി എഴുതുമ്പോൾ സമചിഹ്നം മാറി പ്രപ്പോർഷണാലിറ്റി ആവും. നമ്മൾ ആദ്യം പറഞ്ഞില്ലേ, പ്രപ്പോർഷണാലിറ്റി മാറ്റി സമചിഹ്നം ഇടണമെങ്കിൽ കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ആവും. അപ്പൊ കോൺസ്റ്റന്റ് ഒഴിവാക്കി എഴുതണമെങ്കിൽ നിങ്ങൾ എന്ത് കൊടുക്കണം, പ്രപ്പോർഷണാലിറ്റി കൊടുക്കണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിനെ ഒഴിവാക്കണമെങ്കിൽ v പ്രപ്പോർഷണാലിറ്റി √of എന്തെന്ന് എഴുതിയാൽ മതി, e/ρ എന്ന്. ഇങ്ങനെ പ്രൂവ് ചെയ്യണം എന്നാണ് ചോദ്യം. v പ്രപ്പോർഷണാലിറ്റി √of e/ρ ആണ് നമുക്കിപ്പോ കിട്ടിയത്. ഇതാണ് ഈ ചോദ്യത്തിന്റെ ആൻസർ. ഒരിക്കൽ കൂടെ പറയാം, ഇത് എങ്ങനെയാ ചെയ്യാനുള്ളത്. ഇങ്ങനെ ഒരു ചോദ്യം നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് തരും. അതിൽ ഇങ്ങനെ ഒരു സമവാക്യമാണ് ഡിറൈവ് ചെയ്യാനുള്ളത്. ആ ഡിറൈവ് ചെയ്യേണ്ട ക്വാണ്ടിറ്റി 2 കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എയും ഡെൻസിറ്റി റോയെയും ആണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഡിപ്പെൻഡ് ചെയ്ത് വരുന്ന കാര്യങ്ങൾ അതുപോലെ എഴുതുക. പവറുകൾ കൊടുക്കുക, XY പവറുകൾ കൊടുക്കുക. 2 സൈഡിലും ഡയമെൻഷൻ എഴുതുക. MLT എന്ന ഫോമിലേക്ക് കൊണ്ടുവരിക. സോൾവ് ചെയ്ത് 2 സമവാക്യങ്ങൾ കിട്ടുന്നു. അതിൽ നിന്ന് എക്സിനും വൈക്കും വാല്യൂസ് കണ്ടെത്തുക. കിട്ടിയ വാല്യൂസ് അപ്ലൈ ചെയ്യുക. ഇങ്ങനെ വരും.
ചെയ്യുമ്പോൾ നിങ്ങൾ രണ്ട് കാര്യങ്ങളാണ് ശ്രദ്ധിക്കാനുള്ളത്. അത് ഏതൊരു ചോദ്യത്തിൽ അങ്ങനെ വരാം. എക്സ് റൈസ് ടു ഒരു സംഖ്യ വന്നാൽ അതിനെ 1/x എന്ന് എഴുതാമെന്നും എക്സ് റൈസ് ടു 1/2 വന്നാൽ അതിനെ √(x) എന്ന് എഴുതാമെന്നും അറിഞ്ഞിരിക്കുക. അപ്പൊ ഇതാണ് ഏത് ഡയമെൻഷന്റെ രണ്ടാമത്തെ ഉപയോഗവുമായി ബന്ധപ്പെട്ട് ഒരു സമവാക്യം എങ്ങനെ രൂപീകരിക്കും. അപ്പൊ നമ്മൾ 3 ചോദ്യങ്ങൾ ചെയ്ത് പഠിച്ചു. ഒന്ന് ടൈം പീരീഡിന്റെ ചോദ്യം, 2 ക്രിട്ടിക്കൽ വെലോസിറ്റിയുടെ ചോദ്യം, 3 v പ്രൊപ്പോർഷണൽ ടു √(e/ρ) എന്ന് തെളിയിക്കുന്ന ചോദ്യം. അപ്പൊ ഇത്രയും എന്ത് ചെയ്യുക, നോട്ട്ബുക്കിൽ എഴുതിയെടുത്ത് സ്വന്തമായിട്ട് ചെയ്ത് പഠിക്കുക. നമ്മൾ രണ്ടാമത്തെ ഉപയോഗം വരെയാണ് പഠിച്ചത്. ഇനി മൂന്നാമത്തെയും നാലാമത്തെയും ഉപയോഗം പഠിക്കാനുണ്ട്. ഏതിന്റെ? ഡയമെൻഷന്റെ. അതുമായി ബന്ധപ്പെട്ട് മറ്റൊരു ക്ലാസ്സിലൂടെ എന്ത് ചെയ്യാം